മിക്ക ദിവസങ്ങളിലും ട്യൂഷൻ കഴിയുമ്പോൾ ഒരു 7:30 8 മണിയാവും. ആ നേരം കൊണ്ട് ഞാൻ വീടിൻ്റെ അകമൊന്ന് ഓടിച്ചിട്ടൊന്ന് തുടച്ചിടും കേട്ടോ. കാരണം നമ്മുടെ വീട്ടിൽ കുട്ടികളൊക്കെ വന്നിരിക്കുകയും അതേപോലെ അവർ പെൻസിലൊക്കെ ചെത്തിയിടുകയൊക്കെ ചെയ്യുമ്പോഴത്തേനും കുറച്ചൊക്കെ അഴുക്കൊക്കെ ആവും. പിന്നെ അതുമല്ല രാത്രി നമ്മളൊന്ന് അടിച്ചു തുടച്ച് വേഗം ഇടുകയാണെങ്കിൽ നേരം വെളുക്കുമ്പോൾ നല്ല ക്ലീനായിട്ട് കിടക്കുമെന്നേ. നല്ലൊരു ടിപ്പാണ് കേട്ടോ. എനിക്ക് രാവിലെ ആകുമ്പോൾ നമ്മളിങ്ങനെ കുച്ചറ കാണുമ്പോൾ നമുക്ക് ഭ്രാന്ത് കയറും. അപ്പോൾ അതാ പ്രാർത്ഥനയും കഴിഞ്ഞപ്പോഴത്തേനും ഏട്ടൻ വിളിച്ചു പറഞ്ഞു, ഞാൻ എന്താ ചിക്കൻ മേടിച്ചിട്ട് വരുന്നുണ്ട്, ബിരിയാണിക്കുള്ള കാര്യങ്ങൾ നോക്കിക്കോളൂ, ബിരിയാണി റൈസും മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ വേറെ ഒന്നും വേണ്ടല്ലോ, എൻ്റെ മക്കൾക്ക് ബിരിയാണി എന്ന് പറഞ്ഞാൽ അതിലും വലുതായിട്ട് ഒന്നുമില്ല. അപ്പം ഞാൻ എന്താ വേഗം ബിരിയാണിക്കുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ്. എൻ്റെ മോളും എന്നെ സഹായിക്കുന്നുണ്ട് കേട്ടോ. അതിനിടയ്ക്ക് എന്തോ ഒപ്പിച്ചിട്ട് രണ്ടും കൂടി ഇടി വീണിട്ട് ചേട്ടൻ അവനെ തോളത്തിട്ട് പുന്നാരിപ്പിച്ചു നടക്കുകയാണ്. അല്ലെങ്കിൽ ഈ ചെക്കന് 2 ദിവസമായിട്ട് ഇച്ചിരി പുന്നാരോ ഇതൊക്കെ കൂടുതലാണ്, പ്രത്യേകിച്ച് പപ്പനെ കാണുമ്പോൾ. എൻ്റെ മോൾക്ക് പിന്നെ പറയണ്ട, പെമ്മക്കൾക്ക് പിന്നെ അപ്പന്മാരെ കാണുമ്പോൾ അങ്ങോട്ട് ഭയങ്കര പുന്നാരാണല്ലോ. പോട്ടെ, എന്ത് പറയാനാണ്. അപ്പോൾ ഇതാ അങ്ങനെ ചിക്കൻ വേഗം റെഡിയാക്കി എടുക്കുകയാണ്. കുക്കറിലാണ് കേട്ടോ രണ്ടും ഞാൻ ചെയ്തത്. എന്നിട്ട് വെന്ത് വരുമ്പോഴത്തേനും വേറെ ചട്ടിയിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ വെള്ളം പറ്റിച്ചെടുക്കും. ഇപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ, ഞാൻ ഇതിന് മുമ്പ് ഇത് സെയിം റെസിപ്പി ചെയ്തിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ താഴെ ഷെയർ ചെയ്യാം കേട്ടോ വേണമെങ്കിൽ. അപ്പോൾ ഇതാ ചിക്കൻ കറിയായി, ബിരിയാണിയായി. പിന്നെ വേറെ പാത്രത്തിലേക്ക് ഇട്ട് ചിക്കൻ്റെ ചാറൊക്കെ ഒന്ന് വറ്റിച്ചെടുത്തു. അപ്പോൾ അന്നക്കുട്ടി ആ നേരം കൊണ്ട് സാലഡ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. നല്ല സാലഡായിരുന്നു കേട്ടോ. കുട്ടികൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷമാണല്ലോ. അപ്പോൾ ചിക്കൻ്റെ ആ ഗ്രേവി എടുത്തിട്ട് മറ്റേ റൈസിലൊക്കെ കുറച്ച് ഇങ്ങനെ തൂക്കി ഒരു ഫ്ലേവറൊക്കെ ആക്കി. അപ്പോൾ അതാ ഞങ്ങൾ ശനിയാഴ്ച രാത്രി ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. സാലഡും അച്ചാറും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി